ഇരുട്ടിൻ്റെ മറവിൽ ആയുധമേന്തി വരുന്ന മരണദൂതൻ എന്നായിരുന്നു റിപ്പർ ചന്ദ്രൻ അറിയപ്പെട്ടത് തന്നെ. ജാക്ക് ദി റിപ്പർ എന്നറിയപ്പെടുന്ന നിരവധി പേരെ തലയ്ക്കടിച്ചു കൊന്ന ലണ്ടനിലെ ഒരു കൊലയാളി ഉണ്ടായിരുന്നു. അയാൾ വളരെയധികം കൊല ചെയ്തു, പക്ഷേ പിന്നീട് അദ്ദേഹത്തെ പിടിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അയാൾ വാനിഷായി പോയതായിട്ടാണ് കാണുന്നത്. എവിടെ പോയി എന്നറിയില്ല. അയാളുടെ കൊലയുമായിട്ട് ഉള്ളതിനാലാണ് ചന്ദ്രന് റിപ്പർ എന്ന അപരനാമം കിട്ടിയത് തന്നെ. കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്തിനടുത്ത് കരിന്തളം എന്ന സ്ഥലത്താണ് മുതുകുറ്റി ചന്ദ്രൻ എന്ന പേരിലുള്ള റിപ്പർ ചന്ദ്രൻ്റെ ജനനം. 1950 ഡിസംബർ 18-ന് 10-ാം വയസ്സിൽ അച്ഛൻ മരിച്ചു. 14-ാമത്തെ വയസ്സിൽ ചന്ദ്രൻ കർണാടകയിലേക്ക് നാട് വിടുകയാണ് ഉണ്ടായത്. പിന്നീട് നാട്ടിലേക്ക് തിരിച്ചെത്തിയത് ഒന്നാം തരം ക്രിമിനലായിട്ടായിരുന്നു. 1997-ൽ ഒരു മോഷണ കേസിൽ കാസർഗോഡ് നിന്ന് പിടിയിലായതോടുകൂടിയാണ് ചന്ദ്രൻ്റെ ക്രിമിനൽ ജീവിതം തുടങ്ങിയത് തന്നെ. ചെറുപ്പകാലത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ അവരുടെ മുതിർന്നു വരുന്ന കാലഘട്ടത്തിൽ വളരെയധികം പ്രശ്നമായിട്ട് ഭവിക്കുന്ന പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട്. ജീവിതങ്ങൾ. ഗോവിന്ദച്ചാമിയുടെ അച്ഛൻ മിലിറ്ററിക്കാരനായിരുന്നു. മിലിറ്ററിയിൽ നിന്ന് പെൻഷനായ ശേഷം അയാൾ നടത്തിയ അതിക്രൂരമായിട്ടുള്ള ലെവൽ ആ കുടുംബത്തെ തകർത്ത് കളഞ്ഞതും, അമ്മയുടെ മരണവും പിന്നീട് അതിൽ നിന്നുള്ള പ്രശ്നങ്ങളും, ചേട്ടനും അനിയനും അച്ഛൻ്റെ മോഷണ ലെവലിലേക്ക് കടന്നതായിട്ടും പിന്നീട് ഗോവിന്ദസ്വാമിക്ക് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടുള്ളതുമാണ്. അതുപോലെ തന്നെയാണ് റിപ്പറിൻ്റെയും ചെറുപ്രായത്തിലുണ്ടായിരുന്ന അവസ്ഥകൾ അയാളുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. അങ്ങനെയുള്ളവരുടെ അവസ്ഥയിൽ ധൈര്യം വളരെയധികം ഉണ്ടായിരുന്നു. ചെത്തു തൊഴിലാളിയായിട്ട് തുടങ്ങിയ ഈ ചന്ദ്രൻ, മുതുകുറ്റി ചന്ദ്രൻ, ഒരു സൈക്കോ വിമണൈസർ, ബ്രൂട്ടൽ കില്ലറായി മാറിയത് എങ്ങനെ? വലിയൊരു വിശ്വാസിയും കൂടിയായിരുന്നു. വിശ്വാസത്തിൻ്റെ മറവിൽ പല അക്രമവും നടത്തുകയും അതിലൂടെ രക്ഷപ്പെടുന്ന വ്യക്തികളെയും നമുക്കറിയാം, വിശ്വാസം മറയാക്കിക്കൊണ്ട്. ചന്ദ്രൻ ഓരോ കൊലപാതകം ചെയ്യുമ്പോഴും മോഷണം നടത്തിയതിന് ശേഷവും അവിടെയുള്ള ആ ക്ഷേത്രത്തിൻ്റെ പേര് പറയുന്നില്ല, ആ ക്ഷേത്രത്തിലെത്തി പൂജകളും വഴിപാടുകളും അന്നേ ദിവസം തന്നെ നടത്തുന്നതായിട്ട് അറിയാനായിട്ട് സാധിച്ചിരുന്നു. രമേശ് പൂജാരി എന്ന പേരിൽ ആദ്യകാലങ്ങളിൽ ചന്ദ്രൻ അറിയപ്പെടുക തന്നെ ചെയ്തിരുന്നു. ചെമ്മനാട് കൈന്താറിൽ 1985 സെപ്റ്റംബർ 10-ന് രമണിയുടെ വീട്ടിലെ ആക്രമണത്തോടു കൂടിയാണ് ചന്ദ്രൻ സ്റ്റൈലിലുള്ള, ചന്ദ്രൻ റിപ്പർ മോഡലുള്ള ആക്രമണത്തിന് തുടക്കം കുറിച്ചത്. രമണിയെ തലയ്ക്കടിച്ച് വീഴ്ത്തി പണവും ആഭരണവും കവർന്നത് മാത്രമല്ല, ഇങ്ങനെയുള്ള സ്ത്രീകളെ ആക്രമിക്കുന്നതിലൂടെ അതിലൂടെ ഒരു രസം അയാൾ കണ്ടെത്തുകയായിരുന്നു. ഓരോ മോഷണവും കഴിഞ്ഞ് സുഹൃത്തുക്കളോടൊത്ത് ആദ്യകാലങ്ങളിൽ കർണാടകയിൽ ഇതുപോലുള്ള കൊലപാതകങ്ങൾ നടത്തിയതിന് ശേഷം കാസർഗോഡെത്തി അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ഒരു പറങ്കാവ് തോട്ടമുണ്ട്. ആ പറങ്കാവ് തോട്ടത്തിൽ സുഹൃത്തുക്കളെ വിളിച്ചുകൊണ്ട് വന്ന് മദ്യപാനവും മറ്റ് പല രസകരമായിട്ടുള്ള കാര്യങ്ങളിലൂടെ നടക്കുകയും ആൾക്കാരുടെ മുമ്പിൽ ഒരു വീരപുരുഷൻ എന്ന രീതിയിൽ ചമഞ്ഞ് കിട്ടുന്ന കാശ് സമ്പാദ്യങ്ങൾ ധൂർത്തടിച്ച് കളയുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട രീതിയായിരുന്നു ഈ ചന്ദ്രന് ഉണ്ടായിരുന്നത്. ചന്ദ്രൻ സ്ത്രീകളെ മാത്രമായിരുന്നു കൊന്നതെന്നുള്ളത് ശരിയായിട്ടുള്ള വാർത്തയല്ല. ചന്ദ്രൻ സ്ത്രീകളെ കൊല്ലുമ്പോൾ അവരുടെ തലയ്ക്കടിച്ചതിന് ശേഷം അവരെ ബലാത്സംഗം കൂടി ചെയ്യുമായിരുന്നു. മാത്രമല്ല, മരണപ്പെട്ടതിന് ശേഷവും അയാൾ അത്തരത്തിൽ ചെയ്തിരുന്നതായിട്ടാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പോലും വന്നിരുന്നത്. ചന്ദ്രൻ അങ്ങനെ കൊന്നിട്ടുള്ളത് മഞ്ചേശ്വരം ബംഗാരയിലെ പാണ്ഡെ, ഭാര്യ പുഷ്പ, ജോലിക്കാരൻ അനന്തൻ, ചിത്തിരയിലെ മണി, കുണ്ടുചാവിഗോളിയിലെ പുഷ്പ, ബന്ധു ഗോപാലകൃഷ്ണ, ചാമുണ്ടിക്കുന്നിലെ കുട്ട്യൻ, മഞ്ചേശ്വരം ഓമഞ്ചൂരിലെ നരസപ്പ ഹാണ്ഡെ, ജോലിക്കാരൻ വിശ്വനാഥൻ, കർണാടകയിലെ ഹാവിഞ്ചിയിലെ ബാലൻ, ഹരിയടുക്കയിലെ കമല, പറശ്ശിനിക്കടവിലെ ഒരു സ്ത്രീ തുടങ്ങി 14 പേരെയാണ് ചന്ദ്രൻ്റെ ആക്രമണത്താൽ അതിനിഷ്ഠൂരമായിട്ട് തന്നെ കൊല ചെയ്യപ്പെട്ടതെന്നുള്ളത് വളരെ ആ കാലത്തെ ഞെട്ടിപ്പിക്കുന്ന വാർത്തയായിരുന്നു. ആ കാലത്ത് വീടുകളിലുള്ള സ്ത്രീകൾ കുട്ടികളെ പേടിപ്പിച്ച് നിർത്തിയിരുന്നത്
റിപ്പർ ചന്ദ്രൻ എത്തും എന്ന് പറഞ്ഞതാകുമ്പോൾ നമുക്ക് ആ വാർത്ത അല്ലെ ആ കേൾക്കുമ്പോൾ തന്നെ ആ കുട്ടികളിലുണ്ടാകുന്ന ഭീതി എത്രത്തോളമായിരുന്നു. കുട്ടികളെ മാത്രമല്ല മുതിർന്നവരെ പോലും ഭീകരമായ രീതിയിൽ രാത്രി കാലങ്ങളിൽ വൈകുന്നേരമായി കഴിഞ്ഞാൽ തന്നെ പുറത്തോട്ടിറങ്ങുവാൻ പേടിക്കുന്ന ഒരവസ്ഥ വന്നിരുന്നു. പെട്രോളിന് നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുന്ന പോലീസുകാർ അവരുടെ ഭാര്യയെ ബന്ധുവീട്ടിലേക്കോ അല്ലെങ്കിൽ അവരുടെ കൂടെ അവർ ജോലി ചെയ്യുന്നതിൻ്റെ കൂടെ കൂട്ടിക്കൊണ്ടുപോകുമായിരുന്നു. കാരണം ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ആൾക്കാരില്ലാതെ താമസിക്കുന്നിടത്ത് സ്ത്രീകൾക്കാണ് ഇങ്ങനെയുള്ള ക്രൂരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നുള്ളത് കൊണ്ട് തന്നെ ഓരോ കൊലപാതകത്തിന് ശേഷമുള്ള ഒരേ തരത്തിലുള്ള നിലപാട് കൊണ്ട് തന്നെ ഒരാൾ തന്നെയാണ് ഇത് ചെയ്യുന്നതും എന്നുള്ളതും പോലീസിന് മനസ്സിലാക്കുവാൻ സാധിച്ചു. ആരാണിത് ചെയ്തതെന്ന് മാത്രം മനസ്സിലാക്കുവാനായിട്ട് ഇല്ലായിരുന്നു എന്നുള്ളതാണ് കുറേ കാലം നീണ്ടു നിന്നിരുന്ന ഏറ്റവും പ്രശ്നമായിട്ടുള്ള കാര്യം. പിന്നീട് കാസർഗോഡ് കൊലപാതകങ്ങൾ തുടങ്ങി 4 കൊലപാതകങ്ങളും കർണാടകയിൽ 2 കൂടെ ആയപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇതാരാണ് നടത്തുന്നതെന്ന് മനസ്സിലാക്കാതിരിക്കുകയും അവിടെയുള്ള യുവജനങ്ങളോട് സംഘടിപ്പിച്ച് രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങി നടക്കുന്നവരെ ശ്രദ്ധിക്കുക എന്നുള്ള രീതിയിലേക്ക് ആ സമയത്ത് ആ ലെവലിലൊരു അന്വേഷണത്തിനും കൂടി അവർ തുടക്കം കുറിച്ചിരുന്നു. പക്ഷേ അന്വേഷണം നടക്കുന്നതിൻ്റെ ഇടയിലും പിന്നീടും കൊലപാതകങ്ങൾ നടക്കുന്നു. കൊലപാതകം നടത്തിയതിന് ശേഷം റേപ്പ് ചെയ്യുന്നു. റേപ്പ് ചെയ്തതിന് ശേഷം അവിടുന്ന് മോഷണം നടത്തി പുറത്തു പോകുന്ന റിപ്പർ ചന്ദ്രൻ്റെ അവസ്ഥയിൽ പോലീസിന് വളരെയധികം തലവേദന ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് നീങ്ങുകയും ജനങ്ങളുടെ ഇടയിൽ ഈ വിഷയം ഏറ്റവും കൂടുതൽ വാർത്തയായി മാറുകയും ചെയ്തു. CCTVയും മൊബൈലും ഇല്ലാതിരുന്നത് കൊണ്ടും ഇന്നത്തെ പോലെ രാത്രികാലങ്ങളിൽ അവിടെ ഇവിടെ ഇറങ്ങുന്നവരെ പെട്ടെന്ന് കണ്ടെത്തുവാനായിട്ടുള്ള അവസ്ഥ അന്നുണ്ടായിരുന്നില്ല താനും. കർണാടകയിൽ തുടങ്ങി പിന്നീട് അയാളുടെ സ്വദേശമായ കാസർഗോഡിൽ നിന്ന് പിന്നെ കണ്ണൂർ, കോഴിക്കോട്, കണ്ണൂർ, വയനാട് ഇങ്ങനെ വ്യാപിച്ചപ്പോൾ തന്നെ EK നായനാരുടെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ യുവജനങ്ങളെ വെച്ച് മലഞ്ചെരുവുകളും കുന്നും പ്രദേശങ്ങളും വനം പ്രദേശങ്ങളും രാത്രികാലങ്ങളിൽ അരിച്ചു പറക്കാനായിട്ടുള്ളൊരു യൂണിറ്റ് തന്നെ ഉണ്ടാക്കി എന്നുള്ളത് ഒന്നോർത്ത് നോക്കിയേ. അങ്ങനെ കടന്നു പോവുകയാണ് തളിപ്പറമ്പ് മേഖലയിൽ ഒരു സ്ത്രീയെ കൊലപാതകം ഇയാൾ ചെയ്യുന്നത്. പക്ഷേ അതിനൊരു സാക്ഷി ഉണ്ടായിരുന്നു, ദൃക്സാക്ഷി. ഈ സ്ത്രീയുടെ മകൾ, ആ മകൾക്ക് 6 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. റിപ്പർ വീടിനകത്തേക്ക് കയറുക എന്നുള്ളത് അയാൾ എങ്ങനെയും കയറി പറ്റാനുള്ള തന്ത്രം അയാൾക്കറിയാം. കതക് പൊളിച്ച് അകത്ത് കയറും. അകത്ത് കയറി കഴിഞ്ഞതിന് ശേഷം ഇയാളുടേതായിട്ടുള്ള രീതി വെച്ച് ലൈറ്റ് ഓഫാക്കുകയില്ല. ലൈറ്റ് ഓഫാക്കാതെ തന്നെ കൃത്യം നിർവഹിക്കുന്നു. തലയ്ക്ക് തന്നെ അടിക്കുന്നു. ആ മർമ്മപ്രധാനമായിട്ടുള്ള ഭാഗത്ത് അടിക്കുമ്പോൾ തലയ്ക്കുള്ളിലെ രക്തനരമ്പുകൾ പൊട്ടുകയും രക്തസ്രാവത്തിലൂടെ അവർ മരണപ്പെടുകയാണ് സാധാരണ ചെയ്യുന്നത്. അതിൽ ബോധം കെട്ട് കിടക്കുന്നവരെ അയാൾ റേപ്പ് ചെയ്തിട്ടുണ്ട്. മരണപ്പെട്ടവരെയും റേപ്പ് ചെയ്തിട്ടുള്ള കാര്യവും ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ മോഷണവും നടന്നതിന് ശേഷം, പക്ഷേ ഈ മോഷണം നടന്നുകൊണ്ടിരുന്ന സമയത്ത് ആ പെൺകുട്ടി, ഇവരുടെ മകൾ, അവിടെ നിന്ന് ഓടി മുറ്റത്തേക്ക് പോവുകയും ഒരു മരത്തിൻ്റെ ചുവട്ടിൽ മറഞ്ഞു നിൽക്കുകയും ഉണ്ടായി. ഇതാണ് റിപ്പർ ചന്ദ്രൻ പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. റിപ്പർ ചന്ദ്രൻ്റെ ഈ ചെയ്വനകൾ ആ പെൺകുട്ടി പേടിയോടുകൂടി ഒന്ന് അലറി വിളിക്കാൻ പോലും കഴിയാതെ കണ്ടുകൊണ്ടിരുന്നു എന്നാണ് അന്നത്തെ പോലീസ് വൃത്തങ്ങൾ പറഞ്ഞത്. അവിടെ നിന്ന് കൊലപാതകവും കഴിഞ്ഞ് മോഷണവും കഴിഞ്ഞ് പുറത്തേക്ക് പോകുമ്പോൾ മദ്യക്കുപ്പിയിൽ നിന്ന് മദ്യം കഴിച്ചിട്ട് ആ മദ്യം വലിച്ചെറിഞ്ഞ ആ കുപ്പിയും ഇദ്ദേഹത്തെ പിടികൂടാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണവുമായി. അതും ഒരു തെളിവായി. പിറ്റേ ദിവസം പോലീസ് എത്തി അന്വേഷണം നടത്തുന്ന സമയത്ത് പോലീസിൻ്റെ മുമ്പിൽ ഈ കുട്ടി ഈ കാര്യങ്ങൾ പറയുകയും പോലീസ് പെൺകുട്ടിയോട് അന്വേഷിച്ചതിൽ നിന്നും രേഖാചിത്രം തയ്യാറാക്കുകയും ആ രേഖാചിത്രത്തിൽ നിന്ന് പോലീസ് മോഷണം മറ്റ് കാര്യങ്ങൾ ചെയ്ത വ്യക്തികളുടെ ഫോട്ടോസുകൾ എടുക്കുകയും ആ ഫോട്ടോസിൽ നിന്നും ആ പെൺകുട്ടി
ഇയാളാണോ എന്ന രീതിയിൽ ഒരാളെ തിരിച്ചറിയുകയും അയാളിൽ നിന്നുള്ള അന്വേഷണം ഈ മദ്യക്കുപ്പിയിലേക്ക് എത്തുകയും ഈ മദ്യക്കുപ്പിയിൽ നിന്നും അയാളുടെ കൈരേഖ പിടിച്ചെടുക്കുകയും മുൻകാല മോഷണ കുറ്റങ്ങളിൽ പെട്ടിട്ടുള്ള ചന്ദ്രൻ അങ്ങനെ പിടിയിലാവുകയാണ് ചെയ്തത്. അങ്ങനെ പോലീസ് ലിസ്റ്റിൽ പല കാരണങ്ങളാൽ നേരത്തെ മോഷണവും മറ്റു പല കാര്യങ്ങളായിട്ടും പിടിക്കുന്ന സമയത്തെടുത്ത ചിത്രവും കൈരേഖകൾ, അന്ന് കൈരേഖ തള്ളവിരൽ പതിപ്പിക്കുക എന്നുള്ള ഒരു ലെവലും കൊണ്ടും ഈ പെൺകുട്ടി പറഞ്ഞ ചിത്രത്തിനോട് സാമ്യമായിട്ട് വരികയും പ്രധാനമായിട്ടും ഈ കൈരേഖയോട് സാമ്യമാകുന്നതോടുകൂടി ചന്ദ്രനാണിത് ചെയ്തതെന്ന് മനസ്സിലാക്കുകയും ചന്ദ്രൻ എവിടെ എന്നുള്ളത് അന്വേഷണ ഉദ്യോഗസ്ഥർ പല ഭാഗത്തായിട്ട് അന്വേഷിക്കുവാനും തുടങ്ങി. അപ്പോൾ തന്നെ ചന്ദ്രൻ 14ാമത്തെ ഒരു ലാസ്റ്റ് കൊലപാതകം ചെയ്തിട്ട് കർണാടക അതിർത്തിയിൽ നിന്ന് വരുന്നതായിട്ട് പോലീസിന് വിവരം ലഭിക്കുകയും അതിർത്തിയിൽ വെച്ച് ചന്ദ്രനെ പിടിക്കുകയാണ് ഉണ്ടായത്. പത്രങ്ങളിലൂടെ റിപ്പർ ചന്ദ്രൻ എന്നുള്ള പേര് വ്യാപിച്ചു. പോലീസുകാരാണ് റിപ്പർ എന്നുള്ള പേര് തന്നെ ഇട്ടത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലണ്ടനിലെ ജാക്ക് ദ റിപ്പറിൽ നിന്നുമാണ് റിപ്പർ എന്ന പേര് ഉണ്ടായത് തന്നെ. അങ്ങനെ അന്വേഷണ ലെവലിൽ ചന്ദ്രൻ കുറ്റക്കാരനാണെന്ന് തെളിയുകയും ദമ്പതിമാരെ വധിച്ച കേസിലും പ്രധാനമായിട്ടും ഈ കുട്ടി കണ്ട കേസിലും അങ്ങനെ 2, 3, 4 കേസിൽ വധശിക്ഷയായിട്ട് തന്നെ അദ്ദേഹത്തിന് വരികയും അയാൾക്ക് വരികയും മറ്റ് കേസുകളിലെല്ലാം കൂടി ജീവപര്യന്തം എന്ന നിലയിലുമാണ് വന്നത്. പക്ഷേ ചില വാർത്തകളിൽ ദമ്പതിമാരെ വധിച്ച കേസിൽ വധശിക്ഷയും മറ്റ് കേസുകളിൽ ജീവപര്യന്തം എന്നും പറയുന്നതായിട്ട് കേൾക്കുന്നുണ്ട്. എന്തു തന്നെയായാലും വധശിക്ഷയ്ക്ക് റിപ്പർ ചന്ദ്രനെ വിധിക്കുകയും കണ്ണൂർ സെൻട്രൽ ജയിലിൽ പാർപ്പിക്കുകയും ചെയ്തു. ഇത്രയൊക്കെ ആയിട്ടും അയാൾക്ക് ജീവിക്കണം എന്നുള്ള ആഗ്രഹം പിന്നെയും വരികയാണ്. ഇത്ര നിഷ്ഠൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ ചെയ്യുകയും മാത്രമല്ല ഭക്തിയുടെ അങ്ങേയറ്റവും. ഭക്തിയിൽ അയാൾ വളരെയധികം വലിയ രീതിയിൽ എല്ലാ ദിവസത്തിലുള്ള പ്രാർത്ഥനകളും. അന്നത്തെ വാർഡൻ ഈ വിവരങ്ങളെക്കുറിച്ച് അയാളുടെ ജയിൽ ജീവിതകാലങ്ങൾ, മറ്റ് ജയിൽ ജീവിതങ്ങൾ ഇതെല്ലാം കൂടെ വാർഡൻ എഴുതിയ പുസ്തകത്തിൽ ഈ അനുഭവത്തെക്കുറിച്ച് പറയുന്നത് രാത്രികാലങ്ങളിൽ പുറത്തേക്ക് നോക്കി അയാൾ അലറുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു. കരുണാകരൻ എന്ന് പറയുന്ന വാർഡനായിരുന്നു. ലാസ്റ്റ് ഈ സമയത്ത് ആരാച്ചാരുടെ തസ്തിക ഇല്ലാതിരുന്നതും ജയിൽ വാർഡനായിരുന്ന കരുണാകരനാണ് ഈ കൃത്യം നിർവഹിച്ചതെന്നുമാണ് പറയപ്പെടുന്നത്. വേട്ട അവസാനിക്കുന്നിടത്ത് പുതിയ വേട്ട തുടങ്ങുന്നു എന്ന് ഇന്ദ്രൻസിൻ്റെ കഥാപാത്രത്തെ കൊണ്ടൊരു സിനിമയിൽ പറയിച്ചത് ഈ ചന്ദ്രൻ്റെ കഥ തന്നെയാണ്. ഓരോ മാസവും ഓരോ കൊലപാതകം നടത്തിയിരുന്ന ചന്ദ്രൻ ജയിലിൽ വരുന്ന ഓരോരുത്തരുമായിട്ടും വിളിച്ചു പറയുമായിരുന്നു തന്നെ രക്ഷിക്കൂ രക്ഷിക്കൂ എന്ന്. സുകുമാരൻ അഴീക്കോടിനെ കാണണമെന്നുള്ള ലെവലിൽ വരികയും സുകുമാരൻ അഴീക്കോട് മുഖേന ഇദ്ദേഹത്തിന് ജീവപര്യന്തമാക്കണമെന്നുള്ള രീതിയിൽ ഒരു വാർത്ത അന്നുണ്ടായിരുന്നു. പക്ഷേ രാഷ്ട്രപതി ദയാഹർജി തള്ളുകയാണ് ഉണ്ടായിരുന്നത്. സുകുമാരൻ അഴീക്കോട് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കാതിരിക്കുകയും അയാളുടെ വധശിക്ഷ അങ്ങനെ നടപ്പാക്കുകയാണ് ഉണ്ടായത്. അതിനു മുമ്പായിട്ട് ഒരു പ്രധാനപ്പെട്ട സംഭവം ഉണ്ടായിരുന്നു. ആദ്യം പറഞ്ഞ ഇയാളുടെ അമ്മയെ കാണണമെന്നുള്ള അന്ത്യാഭിലാഷം, മരണത്തിന് മുമ്പായിട്ട് അവസാനത്തെ ആഗ്രഹം വേണം എന്നുള്ള കാര്യത്തിൽ അമ്മയെ കാണണമെന്നാണ് അയാൾ പറഞ്ഞത്. അമ്മയെ കാണുവാനായിട്ട് സമ്മതിച്ച സമയം അമ്മയെ കെട്ടിപ്പിടിക്കണമെന്ന് പറഞ്ഞു. അമ്മയെ കെട്ടിപ്പിടിച്ച് ചേർത്ത് നിർത്തിയ സമയത്ത് അമ്മയുടെ കഴുത്ത് ഞെരിക്കുകയാണ് അയാൾ ഉണ്ടായിരുന്നത്. കഴുത്ത് ഞെരിക്കുകതിൻ്റെ കൂട്ടത്തിൽ അയാൾ അമ്മയുടെ ചെവി കടിച്ചു പറയുകയുണ്ടായിരുന്നു. ആ വാർത്ത നമ്മൾ പിന്നീട് പല പഴഞ്ചൊല്ലുകളായിട്ടും കേട്ടിട്ടുണ്ട്. ചന്ദ്രൻ അതിനെക്കുറിച്ച് പറഞ്ഞത്, ഞാൻ ചെറുപ്പകാലത്ത് സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് ഞാൻ പല മോഷണങ്ങൾ നടത്തിയിരുന്നു. അവിടുന്ന് കളർ പെൻസില് അങ്ങനെ പലതും മോഷണം നടത്തിയിരുന്ന സമയത്ത് ഈ അമ്മ എന്നെ നിരുത്സാഹപ്പെടുത്തിയിരുന്നില്ല, എന്നെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരുന്നു, എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചില്ല. എൻ്റെ ഈ ജീവിതത്തിൻ്റെ കാരണത്തിന് എല്ലാ കാര്യവും ഉണ്ടായത് ഈ അമ്മയിലൂടെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അയാൾ ചെവി കടിച്ചു മുറിച്ചത് എന്നാണ് അയാളുടേതായിട്ടുള്ള വർത്തമാനം. അങ്ങനെ ഇരുൾ പുതച്ചു കിടക്കുന്ന ഗ്രാമപ്രദേശങ്ങളിൽ മരണത്തിൻ്റെ ദൂതുമായി എത്തിയിരുന്ന മുതുകുട്ടി ചന്ദ്രൻ 1991 ജൂലൈ 6 കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് തൂക്കിലേറ്റപ്പെട്ടു. കറക്റ്റ് സമയത്തിന് തന്നെ. അതിനുശേഷം കേരളത്തിൽ ഇന്നുവരെ ഒരാളെയും തൂക്കിൽ ഏറ്റിയിട്ടില്ല എന്നുള്ളതാണ് ചരിത്രം.
പ്രധാനമായിട്ടും പൂജപ്പുരയിൽ സെൻട്രൽ ജയിലിൽ 25 പേരും, കണ്ണൂർ സെൻട്രൽ ജയിലിൽ 4 പേരും, വിയ്യൂരിൽ 6 പേരും, വിയ്യൂർ അതിസുരക്ഷാ ജയിലിൽ 3 പേരും, തിരുവനന്തപുരം വനിതാ ജയിലിൽ ഒരാളും വധശിക്ഷയ്ക്കായിട്ട് വിധിച്ച് കിടക്കുന്നുണ്ട്. അവർ ദയാഹർജിക്ക് വേണ്ടി അപേക്ഷകൾ കൊടുക്കുന്നുണ്ടെങ്കിലും ഇതുവരെ അതിനെക്കുറിച്ചൊന്നും ആയിട്ടില്ല. പിന്നീട് വധശിക്ഷ നടന്നിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥ സത്യം.